നമസ്കാരം പ്രിയപ്പെട്ടവരെ, വോട്ട് വർത്തമാനത്തിൻ്റെ 6ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കടക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഉരുക്ക് കോട്ട മലപ്പുറം ലോക്സഭാ മണ്ഡലം. അവിടത്തേക്കാണ് നമ്മൾ ഇത്തവണത്തെ യാത്ര. ഏതായിരിക്കണം ആദ്യത്തെ മണ്ഡലം? ഏത് മണ്ഡലമായാലും ഇവിടെ ഒരുപോലെ. ഏത് എനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം എടുത്താൽ ഇത്തവണ മലപ്പുറം തന്നെ. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗിൻ്റെ അനിശ്ചിത നേതാവാണ്. അദ്ദേഹം ഇത്തവണ ഒരു മാറ്റം വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. എന്തെങ്കിലും അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മലപ്പുറത്തേക്ക് മാറിയതിന്റെ പ്രധാന റീസൺ അദ്ദേഹം പറയുന്നത് താൻ മത്സരിച്ച് തുടങ്ങിയത് മലപ്പുറത്താണ്. അപ്പം അദ്ദേഹത്തിന്റെ മത്സരം അദ്ദേഹത്തിന് അവസാനിപ്പിക്കേണ്ടതും മലപ്പുറത്ത് തന്നെ ആവണം എന്ന അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഇനി മത്സരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ അത് ശരിയായിരിക്കും കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലായത്. ഒരു പക്ഷേ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും തലപ്പത്തൊരു പോസ്റ്റ് തന്നെ പുള്ളിക്ക് കിട്ടും. അങ്ങനെ സാഹചര്യത്തിൽ ഏറ്റവും തലപ്പത്തും തന്നെ വിരമിക്കാനായിരിക്കും പുള്ളിക്കും താല്പര്യം, വേറെ വിവാദങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായില്ലെങ്കിൽ. അപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെയാണ് ഈ നിയോജകമണ്ഡലത്തിൽ ചാൻസ്. കോണി ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ കോണിക്ക് വോട്ട് ചെയ്യുന്നവർ തന്നെയാണ്. ഈ മണ്ഡലത്തിന്റെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ഈ മണ്ഡലം ഘടകകക്ഷിക്ക് കൊടുത്ത സീറ്റാണ്. NCPക്കാണ് ഈ സീറ്റ് കൊടുത്തിരുന്നത്. ശരത് പവാർ വിഭാഗം ടി മുജീബ് എന്നാണ് ഈ കാൻഡിഡേറ്റിന്റെ പേര്. ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചോളം ആര് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിലും ഒരു UDF ട്രെൻഡ് ഉള്ള സാഹചര്യത്തിൽ, UDF ട്രെൻഡ് അല്ല, ഒരു LDF ട്രെൻഡ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ച് മണ്ഡലങ്ങളെങ്കിലും ഒന്ന് ഫൈറ്റിംഗ് ആക്കായിരുന്നു. പക്ഷെ ഒരു UDF ട്രെൻഡ് വരുന്ന സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് മലപ്പുറത്ത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലായിരിക്കും. ഈ മണ്ഡലങ്ങളിലേക്ക് ഒരു ട്രെൻഡ് റിഫ്ലക്ട് ചെയ്യുന്നു ശരിക്കും പറഞ്ഞു. കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം ലീഗിന് കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്താണ്. ഏറ്റവും നല്ല ഘടകകക്ഷിയാണ്. കഴിഞ്ഞ തവണ പോലും അവരുടെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ പോലും മുസ്ലിം ലീഗ് ഭരണത്തിന് പുറത്ത് നിൽക്കുന്നു. മുസ്ലിം ലീഗിനെ പോലെ വലതുപക്ഷ ചിന്താഗതിയിൽ നിൽക്കുന്ന, പക്ഷെ മതേതരത്വം ഉണ്ട്. ആ ഒരു ഫേസിലാണ് എപ്പോഴും മുസ്ലിം ലീഗ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അധികാരം ഇല്ലാതെ പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ലീഗിന്റെ വോട്ടുകളെല്ലാം ശക്തമായി തന്നെ മുസ്ലിം ലീഗിനും ബിരിയും ഉറപ്പായിട്ട് വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. UDF ട്രെൻഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ മലപ്പുറം മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. കുഞ്ഞാലിക്കുട്ടി തന്നെ അവിടെ വിജയിച്ച് വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി മാറിയ സ്ഥലം വേങ്ങര. അവിടെ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് KM ഷാജിയാണ്. KM ഷാജി തീപ്പൊരി നേതാവാണ് മുസ്ലിം ലീഗിൻ്റെ. അവിടെയും എന്തായിരിക്കും അവസ്ഥ എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ ഒരു UDF ട്രെൻഡ് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വേങ്ങര ഒരു ടൈറ്റ് മണ്ഡലമായിട്ട് പോകേണ്ട ഒരു മണ്ഡലമായിരുന്നു. കാരണം എതിർ സ്ഥാനാർത്ഥി തന്നെയാണ്, സഭ എന്ന എതിർ സ്ഥാനാർത്ഥി തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഒരു കീ ഫാക്ടർ, LDFന്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം SDPI പിന്തുണയോടെ മത്സരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു ശക്തമായ വോട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 10,000-15,000 മുകളിൽ ഒരു വോട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു LDF കാൻഡിഡേറ്റ് ആയിട്ട് വരുമ്പോൾ, അതായത് പാർട്ടിയുടെ പിന്തുണയും കൂടെ ഉള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ അവിടെ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ തവണത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KM ഷാജി പൊതുവെ മുസ്ലിം ലീഗിനുള്ളിൽ പോപ്പുലറാണ്. അദ്ദേഹത്തിനെതിരെ പോലും 1-2 കാര്യങ്ങൾ വരുമായിരുന്നു. കാരണം പാർട്ടിക്കുള്ള റിബലാണ് പുള്ളി. അതുകൊണ്ട് പിന്നെ മറ്റുള്ളവർ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമായിരുന്നു മതമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വേണമെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഇത്തവണത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ UDF ട്രെൻഡ് നല്ലപോലെ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം. പിന്നെ ഈ ശബരിമല ഇഷ്യൂവിന്റെ പുറത്തിട്ടും അല്ലെങ്കിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്ത് UDFന് പോയ ഒരു സാഹചര്യത്തിലും അതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് LDFന് തൊടാൻ സാധിക്കുന്നില്ല. പിന്നെ ട്രെൻഡ് നല്ല അനുകൂലമാണ്. പക്ഷെ സഭ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് മോശമൊന്നുമല്ല. ഒരു പക്ഷെ PV അൻവർ നേരത്തെ കാണിച്ചതുപോലെ, നിലമ്പൂരിൽ കാണിച്ചതുപോലെ ഒരു അത്ഭുതം ഒരു പക്ഷെ സഭയ്ക്ക് കാണിക്കാൻ സാധിക്കുമായിരുന്നു, ഒരു ട്രെൻഡ് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ. പക്ഷെ അദ്ദേഹം 5 വർഷം കൂടെ അവിടെ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ നിന്നും BJPയുടെ കാൻഡിഡേറ്റിനെ പറ്റിയിട്ട് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. കാരണം മുസ്ലിം ലീഗിന്റെ കോട്ടകളാണ് ഇങ്ങനത്തെ മണ്ഡലം. വേങ്ങരയിലും UDF തന്നെയായിരിക്കും ഇത്തവണ വിജയിക്കുന്നത്. അപ്പോൾ വേങ്ങരയിലും മറ്റ് വ്യത്യസ്തതകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടിയിൽ ഇത്തവണ TP അഷ്റഫ് അലിയാണ് അവിടെ മത്സരിക്കുന്നത്. എന്തായിരിക്കും അവിടുത്തെ ഒരു സാധ്യത? അവിടെ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ മണ്ഡലവും മുസ്ലിം ലീഗ് തന്നെ വിജയിക്കുന്ന മണ്ഡലങ്ങളാണ്. നമ്മൾ കണ്ണൂർ ജില്ലയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ധർമ്മടം, മട്ടന്നൂര്, പയ്യന്നൂർ അതുപോലെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ ഇപ്പം ഒരു ഇടതുപക്ഷത്തിന് ഉള്ളിൽ നിന്ന് തന്നെ ഒരു
ഇത് വന്നതുകൊണ്ടാണ്. എന്നിട്ടും നമ്മൾ കണ്ണും പൂട്ടി പറയുന്നതൊക്കെ പാർട്ടി കോട്ടകളാണ്, ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഈ മണ്ഡലങ്ങളെന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന് ഉറപ്പായും വിജയിച്ച് കയറുന്ന മണ്ഡലങ്ങളാണ് ഈ കൊണ്ടോട്ടി എന്നൊക്കെയുള്ള നിയോജകമണ്ഡലം എന്ന് പറയുന്നത്. അവിടെയൊന്നും വലിയ അത്ഭുതമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം പിന്നെ LDF സ്ഥാനാർത്ഥിയെ പറ്റി PGG എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ്, അവരെപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മലപ്പുറത്ത് നടത്തുക, 1 2 ഒക്കെ അവർ വിജയിക്കുക, അല്ലാത്തടത്തെല്ലാം അവർ ചൊല്ലിടുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം നടക്കുന്നത്. പിന്നെ കൊണ്ടോട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡിലിമിറ്റേഷനൊക്കെ ശേഷം വന്ന മണ്ഡലങ്ങൾ ആയ സ്ഥിതിക്ക് ഈ മണ്ഡലത്തിലൊന്നും പ്രത്യേകിച്ച് ഒരു ഫൈറ്റ് ഇല്ല. ഇങ്ങനത്തെ ഉള്ള മണ്ഡലങ്ങളിൽ യാതൊരു ഫൈറ്റിംഗ് സ്കോപ്പില്ല. മണ്ഡലമാണ് ഈ കൊണ്ടോട്ടി എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും UDF ട്രെൻഡ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അത്ഭുതത്തിനും സാധ്യതയില്ല. നമ്മൾ പറഞ്ഞു വന്നത് കൊണ്ടോട്ടിയെ കുറിച്ചാണ്. ഇനി ഏതാ മണ്ഡലം ജോലി നമുക്ക് എടുക്കേണ്ടത്? മഞ്ചേരിയെ പറ്റി എന്താണ്? മഞ്ചേരി ഇത്തവണ UA ലത്തീഫ് മാറി M റഹ്മത്തുള്ള എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് മത്സരിക്കുന്നതാണ്. ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് M റഹ്മത്തുള്ള നേരത്തെ LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. 1 വട്ടമല്ല 2 വട്ടം LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. റഹ്മത്തുള്ള എന്ന് പറയുന്നത്, ഞാൻ LDFന്റെ കൂടെ നിന്നിട്ടും എനിക്കൊരു ഷുവർ സീറ്റ് തരാൻ അവർക്ക് പറ്റിയില്ല. പക്ഷെ ഞാൻ ജയിക്കണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മുസ്ലിം ലീഗ്, ഞാൻ വന്ന ഒരാളായിട്ടും എനിക്കൊരു ഷുവർ സീറ്റ് തന്നു. അപ്പം അത് തന്നെ ഷുവർ സീറ്റാണ്. പിന്നെ ലത്തീഫിന്റെ പ്രകടനം പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ആ മണ്ഡലത്തിനുള്ളിൽ ലത്തീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും, പക്ഷെ അതൊരു റീസൺ അല്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുത്തക മണ്ഡലങ്ങളിലും ഒരു ഫൈറ്റ് കൊടുക്കാൻ എന്താ പറയുക, മീൻസ് ഒരു ഫൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ മണ്ഡലം നന്നായിട്ട് നോക്കില്ല. ഒരുപാട് പ്രശ്നങ്ങളുള്ള നിയോജകമണ്ഡലം തന്നെയാണ് ഈ പറഞ്ഞ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞത്. കാരണം കുത്തകയാണ് വിജയിച്ചോളും, അല്ലെങ്കിൽ KDS വിജയിപ്പിച്ചെടുത്തോളും. ഇപ്പം ഈ UA ലത്തീഫിനെ സംബന്ധിച്ച് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടൊരു 5 വർഷമായിരുന്നു കടന്നുപോയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ അദ്ദേഹം മാറാനും അതൊരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ടാകും. പിന്നെ M റഹ്മത്തുള്ള എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അവിടെ നല്ലൊരു ഇമേജ് ഉണ്ട്. പിന്നെ LDFന്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് M മുസ്തഫയാണ്. ഞാൻ കുറച്ച് മുമ്പ് കൊണ്ടോട്ടിയെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് പരീക്ഷണമാണ് ഇവിടെ ഇവർ നോക്കുന്നത്. അപ്പം മീൻസ് സ്വതന്ത്രമാരെയൊക്കെ പരീക്ഷിക്കാം, പക്ഷെ ഒരു UDF വേവിന്റെ സമയത്ത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടി മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ മണ്ഡലത്തിൽ പ്രധാനമായിട്ടും പറയേണ്ടത്, നമ്മൾ യൂട്യൂബിലൂടെയും ബാക്കിയുള്ള ഗ്രൗണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലമായി കഴിഞ്ഞ 5 വർഷം മഞ്ചേരി മാറി. കാരണം റോഡുകളുടെയൊക്കെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും വളരെ മോശമായ സാഹചര്യത്തിലുണ്ട്. പക്ഷെ ഒരു പാർട്ടി കോട്ടയായതുകൊണ്ട് തന്നെ IUMൽ തന്നെ വിജയിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്സിനെ മാറ്റിയതും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ IUMൽ തന്നെ വിജയിക്കും. പിന്നെ ഈ മണ്ഡലങ്ങളിലൊന്നും BJPയുടെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല, അധികം വോട്ടൊന്നും അവർക്കില്ല. അതുകൊണ്ടാണ്. ശരി, ഇപ്പോൾ മഞ്ചേരിയെ പറ്റിയാണ്. മഞ്ചേരി മലപ്പുറത്തെ മറ്റൊരു കോട്ടയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള അതും മുസ്ലിം ലീഗിൻ്റെ കൂടെ തന്നെയാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അടുത്തത് സ്റ്റാർ മണ്ഡലമാണ്. അത് നജീബ് കാന്തപുരം, പെരിന്തൽമണ്ണ. അദ്ദേഹം വളരെ വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് അവിടുത്തെ ഒരു സാധ്യത? ഈ മണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞാൽ നജീബ് കാന്തപുരത്തിന്റെ എഫക്റ്റ് മാത്രമാണ് ഈ മണ്ഡലത്തിൽ. UDF വേവ് ഉണ്ട്, പക്ഷെ നജീബ് കാന്തപുരം, കാരണം കഴിഞ്ഞ തവണ വെറും 38 വോട്ടുകൾക്ക് മാത്രം വിജയിച്ച കാൻഡിഡേറ്റ് ആയിരുന്നു നജീബ്. ഇത് നന്നായിട്ട് നജീബിന് മനസ്സിലായതുകൊണ്ട് തന്നെ, യങ് കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വലിയ കോട്ടയൊന്നുമല്ല. സാധാരണ മലപ്പുറം ജില്ലയിൽ പൊതുവെ മുസ്ലിം ലീഗിന് അത്യാവശ്യം കോട്ടകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് വലിയ കോട്ടയൊന്നും അല്ല എന്ന നജീബ് കാന്തപുരത്തിന്റെ തിരിച്ചറിവാണ് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ IAS കോച്ചിങ് സെന്റർ എല്ലാം വളരെ ഫേമസ് ആണ്. അപ്പം ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഈ പാർട്ട് ടൈം ജോബ് എന്നൊക്കെയുള്ള സംഭവം മലപ്പുറത്ത് ജില്ലയിൽ, കൊച്ചിയിലൊക്കെ നമ്മളിപ്പം കേൾക്കുന്ന കാര്യമാണെങ്കിൽ ഇപ്പം യൂത്തിൻ്റെ ഇടയിൽ മലപ്പുറത്ത് അങ്ങനെ ഒരു ചേഞ്ച് വരുത്താനൊക്കെ സാധിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്രൊജക്ട്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ടുവരാൻ സാധിച്ചൊരു MLA ആണ് നജീബ് കാന്തപുരം എന്ന് പറയുന്നത്. നജീബ് കാന്തപുരം ആ മണ്ഡലത്തിൽ മൊത്തം നിറഞ്ഞു നിന്നു നമുക്ക് പറയാം. കാരണം ചരിത്രത്തിൽ ഒരിക്കലും അറിയാത്തൊരു മുനിസിപ്പാലിറ്റി ആയിരുന്നു പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റി ഇത്തവണ നിന്നത് UDFന്റെ കൂടെയാണ് നിന്നത്. ഒരിക്കലും ചരിത്രത്തിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. മീൻസ് നമ്മൾ ഈ മുസ്ലിം ലീഗിന്റെ മണ്ഡലമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും നല്ല ശക്തമായ ഇടതുപക്ഷ പോക്കറ്റുകളുണ്ട്. ഇതൊന്ന് 2006 ഇലക്ഷനിലാണ് ശശികുമാർ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മുസ്തഫ തോറ്റത് പോലും കേവലം 38 വോട്ടുകൾക്കാണ്. ഇടതുപക്ഷത്തിന് ഈ മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം അതിന്റെ ഒരു ഇത് കുറച്ചുകൂടി ഒരു IUMൽ ആയിട്ട് നിൽക്കുമെന്ന് പറയുമ്പം പോലും രണ്ടുപേർക്കും പറയുന്ന ഒരു നിയോജക മണ്ഡലം തന്നെ ആയിരുന്നു പെരിന്തൽമണ്ണ. പക്ഷെ കാൻഡിഡേറ്റ് ഈ മണ്ഡലത്തെ പോക്കറ്റിലാക്കിയിട്ടുണ്ട്. നജീബ് കാന്തപുരത്തിന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് സപ്പോർട്ടായിട്ട് വരുന്നത്. പിന്നെ
ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് അവർ മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്വതന്ത്ര പരീക്ഷണമെന്നും മുസ്തഫ ആയപ്പോൾ മുസ്തഫയെ സമീപിച്ചിരുന്നു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ കേൾക്കുന്നത്. പക്ഷേ ഇത്തവണ നജീബ് കാന്തപുരത്തിന്റെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ MLA-മാർ പോക്കറ്റിലാക്കുന്ന മണ്ഡലത്തിൽ ഒരു UDF വേവിന്റെ ആനുകൂല്യം കൂടെ ഉള്ളപ്പോൾ ഇവിടെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല. ഇത്തവണ പാർട്ടി കാൻഡിഡേറ്റ് തന്നെയാണ് മത്സരിക്കുന്നത്. മുഹമ്മദ് ഹനീഫ എന്നാണ് തോന്നുന്നത് ഇതിന്റെ പേര്. ഒരു ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഒരു തരംഗത്തിൽ സാധിക്കില്ല. പക്ഷെ ഏതൊരു കാൻഡിഡേറ്റ് ആയാലും ഇങ്ങനെ വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരു മണ്ഡലമൊക്കെ ആണെങ്കിൽ 5 വർഷം അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 വർഷത്തിന് ശേഷം സാധ്യതകളുണ്ട്. കാരണം കാറ്റ് മാറി വീശുന്നതനുസരിച്ച് സാഹചര്യങ്ങളും മാറും. അപ്പം ഈ തവണ നമുക്ക് എന്തായാലും ഷുവറായിട്ട് നജീബ് കാന്തപുരം വിജയിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമാണ് പ്രധാന കാരണം. പിന്നെ UDF ഉണ്ട്. ലീഗ് എന്നതിലുപരിയായി നജീബ് കാന്തപുരത്തിൻ്റെ വ്യക്തിപ്രഭാവം അദ്ദേഹത്തെ ഈ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയിപ്പിക്കാമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം മങ്കടയാണ്. മഞ്ഞളാംകുഴി അലി അല്ലേ, മുൻ മന്ത്രിയാണ്, അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? മഞ്ഞളാംകുഴി അലി നേരത്തെ പിടിച്ചെടുത്ത മണ്ഡലമായിരുന്നു. ഈ അദ്ദേഹം LDF-ന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന കാലത്ത് അദ്ദേഹം പിടിച്ചെടുക്കിയ മണ്ഡലമായിരുന്നു മങ്കട എന്ന് പറയുന്നത്. അതായത് 2001 UDF തരംഗം ആനടിച്ചപ്പം പോലും ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല മഞ്ഞളാംകുഴി അലി ഇവിടുന്ന് ജയിച്ചു എന്ന്. അദ്ദേഹം വിജയിച്ചു. 2006 UDF തരംഗത്തിൽ സാക്ഷാൽ MK മുനീർ അവിടെ പോയി മത്സരിച്ചിട്ടും അദ്ദേഹത്തിന് വിജയം ആവർത്തിക്കാൻ സാധിച്ചു. പിന്നീടാണ് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് വരുന്നതും BS-ന്റെ കൂടെ നിന്നതും പിണറായി വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. പിന്നെ UM-ലേക്ക് വന്നു. 5ാം മന്ത്രി വിവാദം പോലും ഉണ്ടായത് ഈ മഞ്ഞളാംകുഴി അലിയുടെ പേരിലാണ്. അപ്പം അങ്ങനെയൊക്കെ സാഹചര്യം നിൽക്കുകയാണെന്ന് പറയുമ്പോഴും ഈ ഒരു ഇലക്ഷനിൽ മഞ്ഞളാംകുഴി അലി തന്നെ ജയിക്കാനാണ് സാധ്യത. അദ്ദേഹം തന്നെ വിജയിക്കാനാണ് ഈ മണ്ഡലത്തിൽ സാധ്യത കൂടുതൽ നമുക്ക് പറയാം. പ്രധാനപ്പെട്ട ഒരു കാര്യം UDF-ന്റെ തരംഗമുണ്ട്. പിന്നെ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം മങ്കട കുറച്ചും കൂടെ UDF-ന് അനുകൂലമായി നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിന്നാണ് കബീർ വന്ന് മത്സരിച്ച് മങ്കടയിൽ വന്ന് മത്സരിച്ച സാഹചര്യത്തിൽ പോലും മുസ്ലിം ലീഗിന്റെ കോട്ടയായിട്ട് തന്നെ നിന്നു. LDF-ന് സാധ്യതയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് വരാനൊക്കെ സാധിച്ചു. പക്ഷെ ഇത്തവണ ഈ ഒരു ഇലക്ഷൻ ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ ഈ ഒരു ഇലക്ഷനിൽ വേവ് അടിക്കുന്ന സാഹചര്യത്തിൽ ഒരു മാറ്റവും വരാൻ സാധ്യതയില്ല. ഇപ്പം ഫൈറ്റിംഗ് സീറ്റുകൾ പോലും ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഒരു വേവ് അടിക്കുമ്പോൾ UDF-ന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കാര്യം പറയുന്നത്. ഇങ്ങനത്തെ ഉള്ള ഉറച്ച കോട്ടകളിൽ ഒരു എന്താ പറയുക, ഒരു തരംഗത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു സാധ്യത നമ്മൾ അഴീക്കോടൊക്കെ കണ്ടതാണ്. ഒരു തരംഗത്തിന്റെ സമയത്ത് അങ്ങ് ഒലിച്ചു പോവും. മനസ്സിലായല്ലോ? അപ്പം ആ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മങ്കടയെ കുറിച്ചായിരുന്നു. മങ്കടയും മുസ്ലിം ലീഗ് തന്നെ എടുക്കുമെന്നാണ് ജോയൽ പറയുന്നത്. മഞ്ഞളാംകുഴി അലി വീണ്ടും അവിടെ വിജയിക്കാനാണ് സാധ്യത. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് വള്ളിക്കുന്നാണ്. വള്ളിക്കുന്നിൻ്റെ ഒരു സാഹചര്യത്തെ പറ്റി എന്ന് പറയും. വള്ളിക്കുന്ന് ഇത്തവണ TV ഇബ്രാഹിമാണ് മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. വള്ളിക്കുന്നും പൊതുവെ ഒരു അയ്യൂമൻ മണ്ഡലം കോട്ട തന്നെയാണ് ചേട്ടാ. അപ്പൊ അതില് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുമെന്ന് ഞാൻ തോന്നുന്നില്ല. മുസ്തഫ എന്ന് പറയുന്നതാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഒരു ട്രെൻഡ് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഈ മണ്ഡലത്തിനെയൊക്കെ പറ്റി പൊതുവായിട്ട് പറയേണ്ടത് ഇപ്പോഴും വികസനം എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫ് മണി തന്നെയാണ്. ഈ ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരാളെങ്കിലും ഗൾഫിൽ നിന്നതും അല്ലെങ്കിൽ റിട്ടയർഡ് ഗൾഫും ആയിരിക്കും. വികസനം കുറച്ചുകൂടെ നിൽക്കേണ്ട മണ്ഡലങ്ങളാണ്. പൊതുവേ കോട്ടകളിലെല്ലാം ഇനിയെങ്കിലും വരുന്ന MLA-മാർ ഒരുപക്ഷെ എക്സാമ്പിൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് മലപ്പുറത്തേനുള്ള നജീബ് കാന്തപുരമാണ്. അപ്പം കോട്ടയാണ് അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. കാരണം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇന്നോവേഷൻസ് ഒക്കെ അവർക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മണ്ഡലം എല്ലാ കാലവും നമ്മൾ ഈ കേഡേഴ്സ് എല്ലാം ആവും എന്ന് നമ്മൾ പറയുമ്പോഴും ഇതേ കേഡേഴ്സിനോടും സാധാരണക്കാരോടും നമ്മൾ ലോയൽ ആകണമല്ലോ. നേതാക്കന്മാർ അതുകൊണ്ട് കാരണം ഇങ്ങനത്തെ കുത്തക മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് പറ്റുന്ന ഇതാണ്. പെരിന്തൽമണ്ണ ഒരു ഫൈറ്റിംഗ് സീറ്റ് ആയതുകൊണ്ടാണ് നജീബിന് ഇത്രയും പെർഫോം ചെയ്യാൻ സാധിച്ചത്. ആ മണ്ഡലത്തെ പറ്റി മനസ്സിലായി. കാരണം എനിക്കവിടെ വിജയിക്കണം അല്ലെങ്കിൽ പാർട്ടിക്ക് അവിടെ വിജയിക്കണം എന്നുള്ള മെയിൻ കണ്ടന്റിനെ പുറത്ത് അദ്ദേഹത്തിന് അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. പക്ഷെ ഇങ്ങനത്തെയുള്ള വള്ളിക്കുന്ന് പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ എല്ലാം അടുത്ത് വരുന്ന MLA-മാർ എന്തായാലും IUML തന്നെ ആയിരിക്കും മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള MLA-മാർ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം നോക്കുകയാണെങ്കിൽ 7-7 മുസ്ലിം ലീഗ് നേടുന്ന ഒരു ലോക്സഭാ മണ്ഡലമായിരിക്കും മലപ്പുറം അല്ലേ? വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ടോട്ടൽ ടാലി? എനിക്ക് തോന്നുന്നു ഇപ്പോൾ UDF-ലേക്ക് ഒരു അപ്പർ ഹാൻഡ് എത്തിയെന്ന് തോന്നുന്നു അല്ലേ? പുറത്ത് കാറ്റ് ആഞ്ഞു വീശി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് 18-17 24-18
UDF 24-ലേക്കും LDF 18-ലേക്കും. LDFിന്റെ ചാർജസ്സും അതേപോലെ തന്നെ LDF 18 സീറ്റിലേക്കും UDF 24-ലേക്കും എത്തിയിരിക്കുകയാണ് മലപ്പുറം കഴിയുമ്പോൾ. എന്തായാലും ഒരു വലിയൊരു വേവാണ് മലപ്പുറം അധികം UDFന് നൽകും എന്ന് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് കാണാം. അടുത്ത ദിവസം അടുത്ത മണ്ഡലവുമായി ഞങ്ങൾ എത്തും. അടുത്ത മണ്ഡലം പൊന്നാനിയാണ്. നന്ദി, നമസ്കാരം.